മദീനയിലെ ബാബുസലാമിലൂടെ ഒന്ന് അകത്ത് കയറണം. അങ്ങോട്ട് പ്രവഹിക്കുന്ന ജനക്കൂട്ടത്തിലൊരാളായിട്ട് ലയിച്ചു ചേരണം. അങ്ങോട്ട് കടന്നു പോകുമ്പോ സകലമാന തിരക്കുകൾക്കിടയിൽ ഹൃദയമെടുത്ത് കയ്യിൽ പിടിക്കണം. കൈകാലുകൾ തളർന്നു പോകും. അതാ ഒരാൾ പൊട്ടിക്കരയുന്നു, അതാ ഒരാൾ വിങ്ങിപ്പൊട്ടുന്നു, അതാ ഒരാൾ ഏങ്ങലടിക്കുന്നു, അതാ ഒരാൾ നെഞ്ചമർത്തിക്കരയുന്നു, അതാ ഒരാൾ കരഞ്ഞിട്ട് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട റൗളയുടെ ചുമരിനോട് കൈ ചേർത്ത് നിൽക്കുന്നു. താഴെ വീണ് പോകാതിരിക്കാൻ തോളത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞ് ബാപ്പാന്റെ കണ്ണിലേക്ക് നോക്കുന്നു. ആർക്ക് വേണ്ടി എന്റെ ഉപ്പ നിങ്ങൾ കരയുന്നു? 1500 കൊല്ലം മുമ്പ് വിട പറഞ്ഞ കണ്ണുകൊണ്ട് കാണാത്ത വസന്തമേ, കാതുകൊണ്ട് കേൾക്കാത്ത വസന്തമേ, അങ്ങേക്ക് വേണ്ടി കോടാനുകോടി കരഞ്ഞ മദീന പട്ടണത്തിൽ മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ. ലോകത്തിന്റെ കടാവളക്ക് സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും നല്ല സ്വപ്നം. ഗാനമായി തഴുകി വന്ന നബി, രാഗമായി ഒഴുകി വന്ന നബി, സ്വപ്നമായി മിന്നിമറഞ്ഞ നബി, മിന്നൽ പടർ പോലെ ജ്വലിച്ചുപോയ നബി, മഴവില്ല് പോലെ വിവിധ വർണ്ണങ്ങൾ കാട്ടിയ നബി, മാരുതനെ പോലെ തലോടിയ നബി, നിലാവിനെ പോലെ കുളിര് നൽകിയ നബി, ഭൂമിയെ പോലെ ക്ഷമിച്ച നബി, ആകാശത്തെ പോലെ പരന്നു നിന്ന നബി, തണൽ മരം പോലെ തണൽ